കർണാടകയിലെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമേകുന്ന സുപ്രധാന പ്രഖ്യാപനവുമായി സംസ്ഥാന സർക്കാർ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സർക്കാർ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ പൂർണ്ണമായും സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഡി.കെ. ശിവകുമാർ സർക്കാർ ഉത്തരവിറക്കി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന ശക്തി പദ്ധതിക്ക് പിന്നാലെ സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ജനപ്രിയ പദ്ധതിയാണിത്. നിലവിൽ ശക്തി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാർത്ഥിനികൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭ്യമായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ആൺകുട്ടികൾക്കും കൂടി സൗജന്യയാത്ര അനുവദിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 10 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ തീരുമാനത്തിന്റെ നേരിട്ടുള്ള പ്രയോജനം ലഭിക്കും. ഡി.കെ. ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം പ്രഖ്യാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണിത്. സർക്കാരിന് കീഴിലുള്ള 4 പൊതുഗതാഗത കോർപ്പറേഷനുകളുടെയും ബസ്സുകളിൽ ഇനി മുതൽ എല്ലാ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും സൗജന്യമായി യാത്ര ചെയ്യാം. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പ്രതിവർഷം 1700 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സംസ്ഥാന സർക്കാരിനുണ്ടാവുക. കർണാടക KSRTC ബസ്സുകളിൽ മാത്രം ഏകദേശം 3 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് പുതിയ ആനുകൂല്യം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ ബംഗളൂരു നഗരത്തിൽ സർവീസ് നടത്തുന്ന BMTC നോർത്ത് വെസ്റ്റേൺ കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കല്യാണ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നിവയിൽ ഓരോന്നിലും 2 ലക്ഷം വീതം വിദ്യാർത്ഥികൾ സൗജന്യമായി യാത്ര ചെയ്യുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നിരക്കിൽ പ്രത്യേക ബസ് പാസുകൾ വിതരണം ചെയ്തിരുന്നു. പുതിയ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇതിനകം പണം നൽകി പാസുകൾ കൈപ്പറ്റിയ വിദ്യാർത്ഥികൾക്ക് ആ തുക തിരികെ നൽകുവാൻ കോർപ്പറേഷൻ അധികൃതർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കുമെന്നത് സംബന്ധിച്ച വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് ഉടൻ തന്നെ പുറത്തിറക്കും.